നമുക്കൊന്ന് റേഷൻ പീടിക വരെ പോയിട്ട് വന്നാലോ? എല്ലാ മാസവും ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ രാവിലെ റേഷൻ പീടികയിൽ പോയിട്ട് അരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ റേഷൻ പീടികയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ ഈ റേഷൻ കാർഡ് കൊടുക്കണം. റേഷൻ കാർഡിൽ പേരില്ലവർക്ക് മാത്രമേ ഇത് എടുത്തിട്ട് പോകാൻ പറ്റൂട്ടോ. അതിനുശേഷം നമ്മൾ ഈ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ചെയ്യണം. അന്നേരം ഒരു കീ സൗണ്ട് വരും. ആദ്യം ഈ കീ സൗണ്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ വെച്ചു അച്ഛനായിട്ട് എൻ്റെ പേര് കളഞ്ഞിട്ടുണ്ടാവുന്നത്. അതിനുശേഷം നമുക്ക് അരി ചൂസ് ചെയ്യാൻ പറ്റും. ഓരോ കാർഡിന് ഇത്ര കിലോ അരിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അരി തരുന്നത്. അപ്പോൾ നമ്മളിന്ന് വാങ്ങിക്കുന്നത് പച്ചരിയും ഈ കുത്തരിയാണ്. രാവിലെ തന്നെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചരി അധികം കിട്ടങ്ങ് മേടിക്കാം. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ തോറ്റുപോയി. പച്ചരി നമുക്ക് 3 കിലോ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ 10 കിലോ അരി ഞാൻ ഒറ്റ ഒരു കൈ കൊണ്ട് തൂക്കി പിടിച്ച് വണ്ടിയിൽ വെച്ചു. മനസ്സിൽ ഞാനൊരു ബാഹുബലി തന്നെയെന്നുള്ളൊരു മൂഡായിരുന്നു എനിക്ക്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. എന്നെക്കാളും വലിയ സാധനങ്ങൾ എടുത്ത് അച്ഛൻ പൊക്കിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അരി അച്ഛമ്മ കാണിച്ചു കൊടുത്ത സന്തോഷമാണ് ഈ കാണുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് റേഷൻ അരി കിട്ടുമ്പോഴുള്ള എൻ്റെ അമ്മേൻ്റെ സന്തോഷമാണ്.